ഇന്നൊരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ്. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് നമ്മൾ ഇടികല്ലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. മിക്സിയിലിട്ട് അടിക്കരുത്. ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് ഇടികല്ലിൽ ചതച്ചെടുത്ത് മാറ്റി വെക്കണേ. ചിക്കൻ എടുത്തതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ തൈര്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണേ. നമ്മൾ ചിക്കൻ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് വേണം കേട്ടോ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർക്കുക. നന്നായിട്ട് കുഴച്ചെടുത്ത് ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കണം. ഈ സമയം കൊണ്ട് നമ്മൾ സവാള വഴറ്റാൻ ഉദ്ദേശിക്കുന്ന ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നതോടൊപ്പം അല്പം നെയ്യും കൂടി ചേർത്ത് സവാള ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാൻ ഏകദേശം ഒരു 5 സവാളയോളം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പും ചേർത്തിട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ. ഈ ചട്ടിയിലിട്ട് വഴറ്റിയതിന് ശേഷം കുക്കറിലിട്ട് ഉണ്ടാക്കാനാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ കുക്കറിലിട്ട് വഴറ്റിയെടുക്കുമ്പോൾ തോനെ സവാള വഴറ്റാനും പറ്റില്ല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുമില്ല. ഇനി കുക്കർ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മസാലക്കൂട്ടുകളെല്ലാം ആഡ് ചെയ്ത് 2 തക്കാളിയും കൂടി ആഡ് ചെയ്ത് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോയതിനു ശേഷം നമ്മൾ എടുത്തിരുന്ന ചിക്കൻ ആഡ് ചെയ്ത് കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ആ ചിക്കൻ്റെ തണുപ്പൊക്കെ പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് അരി ഇട്ടാലും ഏകദേശം 3 കപ്പോളം അരിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതിനനുസരിച്ച് വെള്ളവും കൂടി ഒഴിച്ച് വെക്കുക. ഒരു 4 ഗ്ലാസ്സോളം വെള്ളം ഞാനിവിടെ എടുക്കുന്നുണ്ട്. നന്നായിട്ട് കുതിർത്ത് വെച്ച അരി ആയതുകൊണ്ട് അത്രയും പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ട് മല്ലിയില ആഡ് ചെയ്തതിന് ശേഷം ഒരു 3 വിസിൽ അടുപ്പിക്കായിട്ട് അടച്ചു വെച്ച് തുറന്ന് നോക്കുക. ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എനിക്കിവിടെ. വേവാത്തവർ കുറച്ച് നേരവും കൂടി ഒന്ന് അടച്ചു വെച്ച് ആവിയിലിരുന്ന് വെന്തോളും കേട്ടോ. ഇതാ വേറെ ടേസ്റ്റി ആയിട്ടുള്ള ഇതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.